ഹലോ, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കൊണ്ടിട്ടുള്ള ഒരു ടൊമാറ്റോ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ സാധാരണ ഉപ്പുമാവിന് ചെയ്യുന്ന പോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ്, അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ വരെയൊക്കെ ഇടാം. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഇടാം കേട്ടോ. അതുപോലെ 1-2 വറ്റൽമുളക് അതും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. കൂടെ തന്നെ ഒരു അത്യാവശ്യം വലിയൊരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സവാളയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് പാതി ഒന്ന് വാടി അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മങ്ങി ഇത്തിരി ട്രാൻസ്പെറൻ്റ് ആവുന്ന ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കറിവേപ്പിലേക്ക് ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 ഒക്കെ ഇട്ടാൽ മതിയാകും. ഞാനിപ്പോൾ ഒരു അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ക്യാരറ്റാണ്. ഒരുപാട് ക്യാരറ്റൊന്നും ഞാൻ എടുത്തിട്ടില്ല. ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇനിയാണ് നമ്മൾ ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കണം. സാധാരണ നമ്മൾ ഉപ്പുമാവിൽ ഒരു അല്പം തക്കാളിയല്ലേ ചേർക്കുള്ളൂ. ഇതിപ്പോൾ ടൊമാറ്റോ ഉപ്പുമാവ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ 2 തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഉപ്പിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് തക്കാളി ഒന്ന് വാടി വരുന്ന സമയത്ത്, ഒരുപാട് വഴണ്ട് ഇതായി പോകണ്ട, ഒന്ന് വാടി വരുന്ന സമയത്ത് 1 കപ്പ് റവയ്ക്കാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 കപ്പ് അളവിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുക. ഇനിയാണ് നമ്മളിതിലേക്ക് റവ ചേർക്കുന്നത്. അപ്പോൾ വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വറുത്തിട്ട് ഇടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പുമാവ് നല്ല വിട്ട് നല്ല ഫൈനായിട്ട് കിട്ടും. അപ്പോൾ വറുത്ത റവയാണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് 1 കപ്പ് അളവിൽ റവയും കൂടെ ഞാൻ ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ആ വെള്ളവും റവയും കൂടെ ഒപ്പം ചേർന്ന് വരുമ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ മൂടുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ ആ ഒരു ഉപ്പുമാവിന് കുറച്ച് മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവറും കൂടെ വരും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വേപ്പിലയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും കട്ടയൊക്കെ ഉടയാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മൂടി കുറച്ച് നേരം, ഇനി ഒരു 2 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും കേട്ടോ. അത്രയും തന്നെ വെക്കണമെന്നില്ല. നന്നായിട്ട് ഫൈനായിട്ട് വെന്തിട്ടുണ്ടാവും. ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ആ ഒരു തക്കാളിയുടെ പുളിയൊക്കെ ഉള്ള കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉപ്പുമാവ് കഴിക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ സാധാരണ എപ്പോഴും നമ്മൾ ഒരുപോലെ ട്രൈ ചെയ്യാണ്ട് ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഇഷ്ടമാവും.